നമസ്കാരം മക്കളെ. ചട്ടമ്പി സ്വാമികൾ 6ാമത്തെ അധ്യായം വരെയാണ് നാം മനസ്സിലാക്കിയത് അല്ലേ? നമുക്കിനി അധ്യായം 7 സാധാരണക്കാരനായ സന്യാസി. ചട്ടമ്പി സ്വാമികളെയാണ് പറയുന്നത്, നമുക്കറിയാലോ. നമുക്കത് മനസ്സിലാക്കാം. എന്താണ് ഈ അധ്യായത്തിൽ ചട്ടമ്പി സ്വാമിയെ കുറിച്ച് അറിയുവാൻ കഴിയുക നോക്കാം. വളരെ സൗമ്യവും ലളിതവുമായിരുന്നു സ്വാമികളുടെ ഭൗതിക രൂപം. ജീവിത ശൈലിയും വളരെ ലളിതമായിരുന്നു. ലോകമേ തറവാട് എന്ന സമീപനം വെച്ചു പുലർത്തിയിരുന്ന അദ്ദേഹം ലോകത്തിലുള്ള സകല ജീവജാലങ്ങളെയും തന്റെ സഹോദരങ്ങളായി കണ്ടു. യാത്രക്കിടയിൽ സാധാരണ കരപ്രമാണിമാരുടെ വീടുകളിലാണ് താമസിച്ചിരുന്നത്. സാധാരണ ജനങ്ങളെ കഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തിരുന്നത്. തികഞ്ഞ സസ്യബുക്കായിരുന്നു അദ്ദേഹം എന്നും മദ്യപാനശീലത്തിനെതിരായി നിലകൊണ്ടു. മദ്യപാനാസക്തി സമൂഹത്തിൽ ദോഷം വരുത്തുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ലൗകിക സുഖങ്ങളുടെ ശീതള ഛായയിൽ വിശ്രമിക്കുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. ദിവാൻ രാജഗോപാലാചാരിയുടെയും ശങ്കരൻ തമ്പിയുടെയും വിരുന്നിനുള്ള ക്ഷണം നിരാകരിച്ചത് ഇതിനുദാഹരണമാണ്. സുഖസുഭിക്ഷതയിലും ദാരിദ്ര്യത്തിലും നിസ്സംഗഭാവമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ബാല്യത്തിൽ തന്നെ കൊടിയ ദാരിദ്ര്യം അനുഭവിച്ച അദ്ദേഹത്തിന് നിരാഹാരം അനുഷ്ഠിക്കുവാൻ വിഷമമില്ലായിരുന്നു. എന്നാൽ ആഹാരം കഴിക്കുമ്പോൾ എവിടെയായിരുന്നാലും ഉറുമ്പ്, പട്ടി, പൂച്ച മുതലായ ജീവികൾക്ക് കൂടി അദ്ദേഹം ആഹാരം നൽകിയിരുന്നു. ഭക്ഷണം, കുളി, വിശ്രമം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ലാളിത്യം പുലർത്തിയിരുന്ന അദ്ദേഹത്തെ ശിഷ്യന്മാർക്ക് പരിചരിക്കുവാൻ ഒട്ടും വിഷമമുണ്ടായിരുന്നില്ല. വളരെ സൗമ്യമായ ലളിതമായ ഒരു ജീവിതമാണ് ചട്ടമ്പി സ്വാമികൾ ജീവിച്ചിരുന്നത്. ഒത്തിരിയേറെ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കണം, വലിയ പ്രൗഢിയോടെ ജീവിക്കണം, അല്ലെങ്കിൽ അങ്ങനെ അത്രയും പ്രൗഢിയിലുള്ള വ്യക്തികൾ ആരെങ്കിലും ക്ഷണിച്ചാൽ പോലും അത് നിരാകരിക്കുകയാണ്, അത് വേണ്ടാന്ന് വെക്കുകയാണ് ചട്ടമ്പി സ്വാമികൾ സാധാരണയായിട്ട് ചെയ്യുക. പക്ഷെ എത്ര വേണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ടില്ലേ, ആർക്കൊക്കെയാണ് കൊടുക്കുക? ഉറുമ്പ്, പട്ടി, പൂച്ച, ഇവർക്കൊക്കെ കൊടുക്കാൻ അദ്ദേഹം മറക്കില്ലായിരുന്നു. സഹജീവികളോടുള്ള സ്നേഹം, ഒപ്പം വലിയ പണക്കാരനായാലും അല്ലെങ്കിൽ സുഭിക്ഷതയില്ല അല്ലെങ്കിൽ ദാരിദ്ര്യം, രണ്ട് രീതിയിലുള്ള അവസ്ഥയും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സ് ചട്ടമ്പി സ്വാമികൾക്ക് ഉണ്ടായിരുന്നു. ശുദ്ധമായി ശ്വസിക്കുക, തുറന്ന സ്ഥലത്ത് കിടക്കുക എന്നിവ സ്വാമികളുടെ ശീലമായിരുന്നു. കയറുകട്ടിലോ നിലത്തോ കിടന്ന് ബ്രഹ്മധ്യാന നിരതനായി ഉറങ്ങുന്ന അദ്ദേഹത്തിനടുത്ത് ആര് ചെന്നാലും അറിഞ്ഞെന്ന് വരില്ല. പുസ്തകം വായിക്കുന്ന കാര്യത്തിലും സ്വാമികൾക്ക് തനതായ രീതിയുണ്ടായിരുന്നു. കാവ്യവസ്ത്രമോ സന്യാസികളുടെ മറ്റ് അടയാളങ്ങളോ ഇല്ലാത്തതിനാൽ സ്വാമികളെ കാണുന്നവർ ഒരു തികഞ്ഞ ഗ്രാമീണൻ എന്നേ കരുതുമായിരുന്നുള്ളൂ. തന്റെ ചുറ്റുമുള്ളവരെ നിർദോഷമായ തമാശകൾ പറഞ്ഞ് രസിപ്പിക്കുന്നതിലും അദ്ദേഹം തൽപരനായിരുന്നു. സ്വാമികളുടെ ശിഷ്യനായ കാളിയാങ്കൽ നീലകണ്ഠപിള്ളയെ കാളി എന്നാണ് സ്വാമികൾ വിളിച്ചിരുന്നത്. ശ്രീനാരായണ ഗുരുവിനെ എന്റെ നാണൻ എന്നും മഹാകവി കുമാരനാശാനെ എന്റെ തങ്കക്കുടം കുമാരൻ എന്നും സ്നേഹവാത്സല്യങ്ങളോടെ സ്വാമികൾ വിളിച്ചിരുന്നു. സാഹോദര്യവും സമത്വവും ദീക്ഷിച്ചിരുന്ന സ്വാമികൾ ഗുണവും കർമ്മബോധവും അനുസരിച്ച് മാത്രമേ ജാതിയെ കണ്ടിരുന്നുള്ളൂ. ജനനം മാനദണ്ഡമാക്കി ജാതി നിർണയിക്കുന്നതിനെ സ്വാമികൾ എതിർത്തിരുന്നു. ജാതി നോക്കാതെ തന്നെ തനിക്ക് ആവശ്യമുള്ള മേഖലകളിൽ വിജ്ഞാന സമ്പാദനത്തിനായി വിദ്വാൻമാരെ സമീപിച്ചിരുന്നു. ഈഴവ ഭവനങ്ങളിൽ താമസിച്ചിരുന്ന അദ്ദേഹം
ആ ഭവനങ്ങൾ സ്വന്തം വീട് പോലെയായിരുന്നു കരുതിയിരുന്നത്. കുട്ടികളുമായി സല്ലപിക്കുന്നതിനും അവരുമായി സമയം ചെലവാക്കുന്നതിനും സ്വാമികൾ വളരെ തൽപരനായിരുന്നു. വാശിക്കാരായ കുട്ടികളുടെ ദുശാഠ്യം പോലും മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. കുട്ടികളുടെ ബുദ്ധിക്ക് ഉന്മേഷവും ഊർജവും നൽകുന്ന കളികളായിരുന്നു അദ്ദേഹം ആവിഷ്കരിച്ചിരുന്നത്. നാട്ടുപ്രമാണിമാർ വന്നാൽ പോലും കുട്ടികളുടെ കൂടെ കളിക്കുന്ന സമയമാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ കളി തുടരുന്ന മഹാമനസ്കതയായിരുന്നു അദ്ദേഹത്തിന്. ശുദ്ധമായി ശ്വസിക്കണം, തുറന്ന സ്ഥലത്ത് കിടക്കണം, അതാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയം. അല്ലാതെ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതമല്ല. നല്ലൊരു വിശാലമായൊരു ലോകം, അതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അല്ലാതെ വളരെ ശാന്തമായ ഒരു മുറിക്കുള്ളിൽ അതുപോലെ കാവ്യവസ്ത്രം ധരിച്ച് അങ്ങനെയൊന്നുമല്ല ചട്ടമ്പി സ്വാമികൾക്ക് ആഗ്രഹം. ഒരു സാധാരണക്കാരൻ എങ്ങനെയെല്ലാം പെരുമാറുന്നോ അതുപോലെയൊക്കെ പെരുമാറാനാണ് ഇഷ്ടം. അത് ജാതി മതങ്ങൾക്ക് ഒരു വ്യത്യാസം കാണാതെ ഏവരെയും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം കവികളെ വിളിച്ചിരുന്നത് കേട്ടോ, എന്താണ്? കാളിയാങ്കൽ നീലകണ്ഠപിള്ളയെ കാളി എന്ന്. നമുക്ക് സ്നേഹമുള്ളവരെ നമ്മൾ ഓമനപ്പേരിൽ വിളിക്കൂലോ. ഇദ്ദേഹം അങ്ങനെ തന്നെ സാധാരണക്കാരൻ കാളി എന്നാണ് തന്റെ ശിഷ്യനെ വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ശ്രീനാരായണ ഗുരുവിനെ എന്റെ നാണൻ എന്നാണ് വിളിക്കുന്നത്. ചട്ടമ്പി സ്വാമികൾ എത്രയോ ലളിതമായ ജീവിതം, എത്രയോ വാക്കുകൾ തന്നെ കണ്ടില്ലേ, എന്റെ നാണൻ, കാളി. അതുപോലെ മഹാകവി കുമാരനാശാനെ എന്റെ തങ്കക്കുടം കുമാരൻ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മള് സാധാരണക്കാർ അങ്ങനെയൊക്കെയല്ലേ, നമുക്ക് ഇഷ്ടമുള്ളവരെ ഒത്തിരി കൊഞ്ചിച്ച് ഇഷ്ടത്തോടെ നമ്മൾ ഓരോന്ന് വിളിക്കുന്ന അതേ രീതി, അതേ സ്വഭാവം തന്നെയായിരുന്നു ചട്ടമ്പി സ്വാമികൾക്കും. അത് മാത്രമല്ല കേട്ടോ, കുട്ടികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക മമതയുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് അറിയാം നിഷ്കളങ്കമായ കാലമാണ് കുട്ടിക്കാലം. ആ കുട്ടികളോടൊത്തിരിക്കുന്ന ഓരോ നിമിഷവും നാമും നിഷ്കളങ്കരാവുകയാണ്. ആ ബോധം നല്ലോണം ചട്ടമ്പി സ്വാമികൾക്കുണ്ട്. അതുകൊണ്ടാണ് എത്ര വലിയ നാട്ടുപ്രമാണിമാർ വന്നാൽ പോലും കുട്ടികളുടെ കളികൾക്കിടയിൽ തടസ്സം ഇല്ലാതെ തന്നെ അത് തുടർന്ന് അതിനുശേഷം നാട്ടുപ്രമാണികൾക്ക് സ്ഥാനമുള്ളൂ എന്ന രീതിയിലാണ് ചട്ടമ്പി സ്വാമികൾ പെരുമാറിയിരുന്നത്. വെറുതെയല്ല സാധാരണക്കാരനായ സന്യാസി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്, അല്ലേ? തന്നോടൊപ്പമുള്ളവർക്കും തനിക്ക് ലഭിക്കുന്ന പരിഗണന തന്നെ ലഭിക്കണമെന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പറവൂർ മജിസ്ട്രേറ്റും സ്വാമികളുടെ ശിഷ്യനുമായ ആണ്ടിപ്പിള്ളയുടെ വസതിയിലെ വിരുന്നിനോടനുബന്ധിച്ചുണ്ടായ സംഭവം ഉദാഹരണമാണ്. തനിക്ക് മജിസ്ട്രേറ്റിനൊപ്പവും തന്റെ സഹായി പരമേശ്വര നായർക്ക് പുറത്തും ഊണ് വിളമ്പിയതിൽ പ്രതിഷേധിച്ച് തന്റെ ഇലയുമായി വെളിയിൽ പരമേശ്വരൻ നായരോടൊപ്പം പോയി ഭക്ഷണം കഴിക്കുവാൻ ചട്ടമ്പി സ്വാമികൾ സന്നദ്ധനായി. തുടർന്ന് മജിസ്ട്രേറ്റ് ഇരുവരെയും ഒരുമിച്ച് അകത്തിരുത്തി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അറിവില്ലാത്തവർക്ക് വെളിവുണ്ടാക്കുവാനും സ്വാമികൾ ശ്രമിച്ചിരുന്നു. ചെമ്പ് സ്വർണമാക്കി മാറ്റുന്ന വിദ്യ തേടി സ്വാമിയുടെ സേവകനായി എത്തിയ ഒരാളെ ജീവനാണ് വലുത് എന്ന പാഠം സ്വാമികൾ പഠിപ്പിച്ചു കൊടുത്തു. കൊതുമ്പ് വള്ളത്തിൽ കായൽ കടക്കാൻ ഒരുങ്ങിയ സ്വാമിയും സേവകനും കാറ്റിലും കോളിലും പെട്ട് വള്ളം മറിഞ്ഞ് മരണത്തെ മുഖാമുഖം കണ്ടു. നീന്താൻ അറിയാവുന്ന സ്വാമികൾ നീന്തൽ അറിയാത്ത സേവകനോട് തത്സമയം ചെമ്പ് സ്വർണമാക്കുന്ന വിദ്യ ഉപദേശിക്കാമെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് എങ്ങനെയെങ്കിലും കരയ്ക്കെത്തിയാൽ മതി എന്നായിരുന്നു മറുപടി. സ്വാമികൾ ഒരിക്കലും പണം കൊണ്ടു നടക്കാറില്ലായിരുന്നു. ശിഷ്യന്മാരായിരുന്നു പണം കൈകാര്യം ചെയ്യുന്നത്. ധനം പാപകൃത്യങ്ങളെ ആകർഷിക്കുമെന്നും പണത്തിലുള്ള ആർത്തി പാപങ്ങൾ ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പ്രാവർത്തികമാക്കാവുന്ന കാര്യങ്ങളെ അദ്ദേഹം പ്രസംഗിച്ചിരുന്നുള്ളൂ. കഠിനമായ ബ്രഹ്മചര്യ നിഷ്ഠകളിലൂടെയാണ് സ്വാമികൾ അത്ഭുത സിദ്ധികൾ ഉൾക്കൊള്ളാനുള്ള മെയ്കരുത്തും ആത്മവീര്യവും ആർജിച്ചത്. കൗമാരകാലം മുതൽക്കേ ഭോഗവാസനയെ പൂർണമായും അകറ്റി നിർത്തുക മൂലം തന്റെ ബുദ്ധിയും ശരീരവും
ഒട്ടും കെട്ടുപോകാതെ സൂക്ഷിക്കുവാൻ സാധിച്ചതോടൊപ്പം പരിശുദ്ധമായ ഒരു ജീവിത രീതി സ്വായത്തമാക്കുവാനും സ്വാമികൾക്ക് സാധിച്ചു. തന്നോടൊപ്പമുള്ളവരെ ഒരിക്കലും വേറിട്ട് കാണുന്നുണ്ടായിരുന്നില്ല ചട്ടമ്പി സ്വാമികൾ. ഒരു പന്തിയിൽ പക്ഷഭേദം പാടില്ല എന്ന് പറയും. നമ്മുടെ മുതിർന്നവർ, പ്രായമായവർ എപ്പോഴും നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണ്? നമ്മൾ കേരളീയരെ അതിഥി സൽക്കാര പ്രിയരാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ ഒരു പന്തിയിൽ പക്ഷഭേദം കാണിക്കരുത്. ചട്ടമ്പി സ്വാമികൾ അത് പ്രാവർത്തികമാക്കുകയാണ്. ശരിക്കും ചട്ടമ്പി സ്വാമിയുടെ ഒപ്പമുള്ള വ്യക്തികളെ, അതാരായിക്കൊള്ളട്ടെ, അവരെ വേർതിരിച്ച് കാണിക്കുമ്പോൾ അത് സഹിക്കാനുള്ള ശക്തി ചട്ടമ്പി സ്വാമികൾക്ക് ഇല്ല. അദ്ദേഹം ആ വേർതിരിച്ച് മാറ്റി നിർത്തിയ ആളുടെ അടുത്ത് പോയിരുന്നു ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ മജിസ്ട്രേറ്റിന് മനസ്സിലായി താൻ ചെയ്തത് എത്രയോ വലിയ അപരാധമാണ്. എന്താണ് താൻ അങ്ങനെ ചെയ്യാൻ ശരിയല്ലല്ലോ. അങ്ങനെ ആ പുറത്തിരുത്തിയ ആളും ചട്ടമ്പി സ്വാമികളും മജിസ്ട്രേറ്റും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. അതുപോലെ തന്നെ ഒരിക്കലേ ഒരു വ്യക്തി സ്വർണത്തിൽ ചെമ്പ് ചേർക്കുന്നത് എങ്ങനെ, ആ ഒരു കാര്യം പൈസയ്ക്ക് വേണ്ടി, ധനത്തിന് വേണ്ടി വന്നപ്പോൾ ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തെയും മനസ്സിലാക്കിച്ചു കൊടുത്തു. പണമല്ല, ജീവിതം അതിലും വലുതാണ്. പണം ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്, അത്യാവശ്യത്തിന്. അല്ലാതെ അതിനപ്പുറം സമ്പാദിക്കുന്നത് തെറ്റാണ്. ആ സമ്പാദിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താതെ അവരവർ മാത്രം സൂക്ഷിക്കുന്നത് വളരെ വലിയ തെറ്റാണെന്ന് ചട്ടമ്പി സ്വാമികൾ ആ ആൾക്കും ബോധ്യപ്പെടുത്തി കൊടുത്തു. വാക്കുകൾ പറയുക മാത്രമല്ല, പ്രാവർത്തികമാക്കാൻ പറ്റുന്ന വാക്കുകൾ മാത്രം പറയുന്നതാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രത്യേകത. സാധാരണക്കാരനായ സന്യാസി. ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഏവർക്കും മനസ്സിലായല്ലോ? ടെസ്റ്റ് പേപ്പറിന് ഉത്തരം എഴുതണം, നോട്ട്സ് എഴുതിയെടുക്കണം. അടുത്ത ക്ലാസ്സിൽ അടുത്ത അധ്യായവുമായി നമുക്ക് കാണാം. നന്ദി.